Domine et miserere, quia peccavimus tibi. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ലാസറിനെ ഉയർപ്പിക്കുന്നതാണ് ഇന്നത്തെ വചനഭാഗം. യേശു തന്റെ സ്നേഹിതനും കൂട്ടുകാരനുമായ ലാസറിന്റെ വേർപാടിൽ ദുഃഖിക്കുന്നതും അവന്റെ വേർപാടിൽ സങ്കടപ്പെട്ടിരിക്കുന്ന സഹോദരിമാരായ മർത്തായെയും മറിയത്തെയും ആശ്വസിപ്പിക്കുന്നതും ഈ വചനഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് തന്നെയാണ് തിരുസഭ മാതാവ് ഓരോ നോമ്പ് കാലഘട്ടത്തിലും ക്രിസ്ത്യാനികളായ നമ്മളോട് പറയുന്നത്. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന യേശുവചനം ഉദ്ധരിച്ചുകൊണ്ട് നിന്റെ അയൽക്കാരന്റെ സങ്കടത്തിലും വേദനകളിലും സന്തോഷത്തിലും അവനോടൊപ്പം താങ്ങായും തണലായും നിലനിൽക്കുക. രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ യേശു ലാസറിനെ ഉയർപ്പിക്കുന്നുണ്ട്. യേശു ലാസറിനെ ഉയർപ്പിക്കുന്നത് ഒരു മനോഹരമായ വാചകം ഉച്ചരിച്ചുകൊണ്ടാണ്. അതിപ്രകാരമാണ് ലാസറെ പുറത്തേക്ക് വരിക. ഓരോ നോമ്പ് കാലഘട്ടത്തിലും ഈശോ നമ്മളോട് പറയുന്നതും ഇത് തന്നെയാണ്. മകനെ, മകളെ, നീ പാപത്തിന്റെ സാഹചര്യത്തിൽ വീണിടക്കുകയാണ്. നീ അതിൽ നിന്നെല്ലാം പുറത്തേക്ക് വരിക. ഈ ഒരു ക്ഷണമാണ് ഓരോ നോമ്പ് കാലഘട്ടത്തിലും ക്രിസ്ത്യാനികൾക്ക് ഈശോ നൽകുന്നത്. ഈ ക്ഷണത്തോട് പ്രത്യുത്തരിക്കാനും നമ്മുടെ വിളിയോട് കൂടുതൽ ആത്മാർത്ഥത കാണിക്കാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.